വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചൊരു കാര്യം, എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് അഭ്യാസം കാണിക്കുന്ന സ്റ്റേറ്റ് ആണ്. എന്നാൽ മറ്റു സ്റ്റേറ്റുകളിൽ ഒരുപാട് ഇഷ്യൂസസ്, മെയിൻലി റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസസ് നടക്കുമ്പോൾ കേരളക്കാർ പറയാറുണ്ട് അത് കേരളത്തിൽ നടക്കില്ല എന്ന്. കാരണം കേരളം എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനും ജാതി മതം ഒന്നും നോക്കാതെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിച്ചു തന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയാറുണ്ട്. എന്നാൽ കേരളത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് ഈ റിലീജിയസ് ഇഷ്യൂസസ് ഉണ്ടാവാറുണ്ട്. അത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു, വാഗ്വാദങ്ങളായിട്ട് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ നേരിലും ആവാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കറിയാം, റീസെന്റ് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിലെ പ്രവർത്തകരാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പേരിൽ കേസെടുക്കുകയും ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ പുതിയൊരു പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് കുട്ടികൾ ഉണ്ടാക്കിയ പുൽക്കൂടുകൾ തകർന്ന് കിടക്കുകയാണ്. ആരാ ചെയ്തതെന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആരാന്ന് വ്യക്തമായിട്ടില്ല, ആരാ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് സ്കൂളിൽ നടത്തുന്നത് കുട്ടികളുടെ ഒരു ആഘോഷമായിട്ട് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ജാതി മതം ഒന്നും നോക്കാതെ, അതായത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിംസ് ആവട്ടെ, ആരുമാവട്ടെ, അവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ആഘോഷം പോലെ, ഒരു സന്തോഷമായിട്ട് കുട്ടികൾക്ക് ഒരു സന്തോഷമാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രവൃത്തിയാണ്. അത് ഓണം സെലിബ്രേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ക്രിസ്മസ് ആവട്ടെ, എന്തുമാവട്ടെ, എല്ലാ സെലിബ്രേഷൻസും സ്കൂളിൽ നടത്തുന്നത് കുട്ടികൾക്ക് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ്. അവിടെയും മതമൊന്നും നോക്കാതെയാണ് ആ കുട്ടികൾ അവിടെ ആഘോഷിക്കുന്നത്. എന്നാൽ മതത്തിന്റെ പേരിൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിൽ ഒരിക്കലും മതത്തിന്റെ പ്രശ്നങ്ങൾ വരില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ്. നമുക്കറിയാം, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം മറ്റൊരു UP ആയി മാറാൻ വലിയ സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വില കൊടുത്തിട്ടായിരുന്നാലും ശരി, ചെറുത്ത് നിന്നേ പറ്റുകയുള്ളൂ. നമുക്കറിയാം, എല്ലാ റിലീജിയനിലും, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, എല്ലാ റിലീജിയനിലും വർഗീയത പരത്തുന്ന ആൾക്കാരുണ്ട്. അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ഇവിടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടി ഓരോ ആൾക്കാരും മുന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്യണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.